ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ സിനിമയും അധികാരവും തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളഞ്ഞ ഒരു പ്രതിഭാസമുണ്ട്. കേവലം ഒരു മനുഷ്യൻ എന്നതിനേക്കാൾ ഒരു ജനതയുടെ മുഴുവൻ വികാരമായി, അവർക്ക് ദൈവത്തിന് തുല്യമായി മാറിയ ഒരു അത്ഭുതം. മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ അഥവാ MGR എന്ന മൂന്നക്ഷരം തമിഴ് മക്കൾക്ക് വെറുമൊരു പേരല്ല, അതൊരു വിശ്വാസമാണ്. സിനിമയിലെ നായകനായെത്തി പിന്നീട് നാടിൻ്റെ നായകനായി മാറിയ അദ്ദേഹം തുടർച്ചയായി 10 വർഷം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചു. ഒരു രാഷ്ട്രീയ നേതാവിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ജനകീയ പിന്തുണയും സ്നേഹവും അദ്ദേഹം അനുഭവിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ഒരു സിനിമാ താരം മുഖ്യമന്ത്രിയാകുന്നത് MGRലൂടെയാണ്. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ജനിച്ചു വളർന്ന് പ്രതിസന്ധികളോട് പടവെട്ടി തമിഴ് സിനിമയുടെ മക്കൾ തിലകമായും പിന്നീട് തമിഴ്നാടിൻ്റെ പുരട്ചി തലൈവരായും മാറിയ ആ ഐതിഹാസിക ജീവിതം ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച പഠന വിഷയങ്ങളിലൊന്നാണ്. 1917 ജനുവരി 17 ശ്രീലങ്കയിലെ, അതായത് അന്നത്തെ സിലോണിലെ കാൻഡിയിലാണ് MGR ജനിച്ചത്. ഒരു മലയാളി കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സമ്പന്നമായ ഒരു പശ്ചാത്തലമൊന്നും ആ കുടുംബത്തിന് അവകാശപ്പെടാനില്ലായിരുന്നു. അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായമുള്ളപ്പോൾ തന്നെ പിതാവ് മരിച്ചുപോയി. അതോടെ ആ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി. അക്ഷരാർത്ഥത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥ. ഈ കൊടിയ ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും വിശപ്പടക്കാനും വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിനും മൂത്ത സഹോദരൻ MG ചക്രപാണിക്കും ഒരു നാടക കമ്പനിയിൽ ചേരേണ്ടി വന്നു. തനിക്ക് നഷ്ടപ്പെട്ട ബാല്യവും താൻ അനുഭവിച്ച പട്ടിണിയുമാണ് പിൽക്കാലത്ത് തമിഴ്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് ഇത്രയധികം ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. വിശപ്പിൻ്റെ വിലയെന്താണെന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ആ കുട്ടി അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ നാടക ക്യാമ്പുകളിലെ കഠിനാധ്വാനത്തിലൂടെ സ്വായത്തമാക്കി. അഭിനയം എന്നത് അദ്ദേഹത്തിന് ഒരു കല എന്നതിനേക്കാൾ ജീവൻ നിലനിർത്താനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ വർഷങ്ങൾ നീണ്ട നാടക ജീവിതത്തിന് ശേഷം 1936 പുറത്തിറങ്ങിയ സതി ലീലാവതി എന്ന ചിത്രത്തിലൂടെയാണ് MGR സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തുടക്കത്തിൽ ചെറിയ വേഷങ്ങളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ 1940കളോടെ അദ്ദേഹം നായക നിരയിലേക്ക് ഉയർന്നു. തുടർന്നുള്ള 3 പതിറ്റാണ്ടുകൾ തമിഴ് സിനിമാ ലോകം MGR എന്ന മഹാമേരുവിൻ്റെ കാൽ കീഴിലായിരുന്നു. സിനിമാ ലോകത്ത് അദ്ദേഹം ബോധപൂർവം ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുത്തു. പാവങ്ങളെ സഹായിക്കുന്ന, അനീതിക്കെതിരെ പോരാടുന്ന, മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു ആദർശ നായകനായിരുന്നു സ്ക്രീനിൽ എപ്പോഴും MGR. നാടോടി മന്നൻ, എങ്ക വീട്ടു പിള്ളൈ, അടിമൈ പെൺ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതായത് DMK ശക്തി പ്രാപിക്കുന്നത്. CN അണ്ണാദുരൈ, M കരുണാനിധി തുടങ്ങിയ പ്രഗത്ഭരായ ദ്രാവിഡ നേതാക്കൾ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥകൾ എഴുതുന്ന സമയം കൂടിയായിരുന്നു അത്. ഈ നേതാക്കളുമായുള്ള ബന്ധം MGRൻ്റെ സിനിമാ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും മാറ്റിമറിച്ചു. സിനിമകളിലെ സംഭാഷണങ്ങളിലൂടെ ദ്രാവിഡ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒരു മാധ്യമമായി മാറി. 1971 പുറത്തിറങ്ങിയ റിക്ഷാക്കാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. വെള്ളിത്തിരയിലെ ആദർശ നായകൻ യഥാർത്ഥ ജീവിതത്തിലും തങ്ങളുടെ രക്ഷകനായി അവതരിക്കുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങി. ആദ്യകാലങ്ങളിൽ ഗാന്ധിയൻ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന MGR ഖാദി വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. എന്നാൽ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ CN അണ്ണാദുരൈയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ആകർഷിച്ചു. 1953 അദ്ദേഹം ഔദ്യോഗികമായി DMKയിൽ ചേർന്നു. MGRൻ്റെ ജനപ്രീതി DMKയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറി. ദ്രാവിഡ പ്രസ്ഥാനത്തിന് ഒരു താരപരിവേഷം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1962 അദ്ദേഹം സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി. 1967 തൻ്റെ 50ാം വയസ്സിൽ അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 1967 ആ തെരഞ്ഞെടുപ്പ് കാലം തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നാടകീയമായിരുന്നു. ജനുവരി 12 സഹനടനും രാഷ്ട്രീയ നേതാവുമായ MR രാധയുമായി ഒരു സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി രാധ MGRന് നേരെ വെടിയുതിർത്തു. MGRൻ്റെ ഇടത് ചെവിയുടെ ഭാഗത്താണ് വെടിയേറ്റത്. തുടർന്ന് MR രാധ സ്വയം വെടിവെച്ച് മരിക്കാനും ശ്രമിച്ചു. കഴുത്തിൽ തറഞ്ഞ വെടിയുണ്ടയുമായി ആശുപത്രിയിൽ കിടന്ന MGRൻ്റെ ചിത്രം തമിഴ്നാട്ടിലുടനീളം പോസ്റ്ററുകളായി പ്രചരിച്ചു. ജനലക്ഷങ്ങൾ തങ്ങളുടെ പ്രിയ നായകൻ്റെ ജീവനായി തെരുവുകളിൽ പ്രാർത്ഥനയോടെ കാത്തുനിന്നു. ആശുപത്രി കിടക്കയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഫലം വന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ നേടി അദ്ദേഹം ചരിത്ര വിജയം കുറിച്ചു. ആ വെടിവെപ്പ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു.
അതുവരെയുണ്ടായിരുന്ന വ്യക്തമായ ശബ്ദത്തിന് പകരം ഒരു പ്രത്യേകതരം പതർച്ചയുള്ള ശബ്ദമായി അദ്ദേഹത്തിൻ്റേത്. എന്നാൽ ജനങ്ങൾ ആ പുതിയ ശബ്ദത്തെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഈ വധശ്രമം അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ ഒരു ഇതിഹാസ തുല്യനായ നായകനായി ഉയർത്തി. 1969 തന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന അണ്ണാദുരൈയുടെ മരണശേഷം DMKയുടെ നേതൃത്വം M. കരുണാനിധി ഏറ്റെടുത്തു. കരുണാനിധി മുഖ്യമന്ത്രിയായപ്പോൾ MGR പാർട്ടിയുടെ ട്രഷറർ ആയി നിയമിതനായി. എന്നാൽ അധികം വൈകാതെ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. കരുണാനിധി തന്റെ മൂത്ത മകൻ MK മുത്തുവിനെ സിനിമയിലും രാഷ്ട്രീയത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് MGRനെ അലോസരപ്പെടുത്തി. ഇതിനു പുറമെ പാർട്ടിയിൽ അഴിമതി വർദ്ധിച്ചു വരികയാണെന്ന് അദ്ദേഹം പരസ്യമായി ആരോപിക്കുകയും പാർട്ടിയുടെ സാമ്പത്തിക കണക്കുകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു. തൽഫലമായി 1972 MGRനെ DMKയിൽ നിന്ന് പുറത്താക്കി. ഒരു വൻമരം വീഴുന്നതിന് തുല്യമായിരുന്നു ആ പുറത്താക്കൽ. എന്നാൽ MGR തളർന്നില്ല. തന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും അനുഭാവികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് 1972 ഒക്ടോബർ 17 അദ്ദേഹം സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMK എന്ന് പേരിട്ട ആ പാർട്ടി പിന്നീട് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, അതായത് AIADMK എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. DMKക്ക് സമാനമായി ഒരു ബദൽ ശക്തിയായി ആ പാർട്ടി അതിവേഗം വളർന്നു. സിനിമകളിലൂടെ തൻ്റെ പാർട്ടിയുടെ ആശയങ്ങൾ അദ്ദേഹം ജനങ്ങളിലെത്തിച്ചു. 1977 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIADMK വൻ വിജയം നേടുകയും DMKയെ തറപറ്റിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സിനിമാ താരം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലെത്തി. 1977 മുതൽ 1987 മരിക്കുന്നതുവരെ ഇടയ്ക്ക് ഒരു ചെറിയ ഇടവേളയൊഴിച്ചാൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദവിയിൽ MGR തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ഒട്ടനവധി ക്ഷേമ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി K. കാമരാജ് തുടങ്ങിവെച്ച ഉച്ചഭക്ഷണ പദ്ധതി വിപുലീകരിച്ചതാണ്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് അദ്ദേഹം നടപ്പാക്കിയ ഈ പദ്ധതി ലക്ഷക്കണക്കിന് കുട്ടികളെയാണ് പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത്. കുട്ടികളെ സ്കൂളുകളിലേക്ക് ആകർഷിക്കാനും അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ഈ പദ്ധതിക്ക് കഴിഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ബസ് സർവീസുകൾ, കർഷകർക്ക് സൗജന്യ വൈദ്യുതി, സംസ്ഥാനത്ത് മദ്യനിരോധനം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ജനകീയ പദ്ധതികളിൽ ചിലതായിരുന്നു. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന നായകൻ എന്ന പ്രതിച്ഛായ ഭരണത്തിലും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലം പൂർണ്ണമായും വിമർശനങ്ങൾക്ക് അതീതമായിരുന്നില്ല. ക്ഷേമ പദ്ധതികൾക്ക് അമിതമായ ഊന്നൽ നൽകിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവും വ്യാവസായിക വളർച്ചയും മുരടിച്ചുപോയി എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കാമരാജൻ്റെ കാലത്ത് വ്യാവസായിക വളർച്ചയിൽ ഇന്ത്യയിൽ മുൻപന്തിയിലായിരുന്ന തമിഴ്നാട് MGRൻ്റെ ഭരണകാലത്ത് 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അധികാര കേന്ദ്രീകരണം, ഭരണത്തിലെ കാര്യക്ഷമമില്ലായ്മ, അഴിമതി എന്നിവയും വിമർശിക്കപ്പെട്ടു. മാധ്യമങ്ങളോട് അദ്ദേഹം പുലർത്തിയിരുന്ന അസഹിഷ്ണുതയും വലിയ തോതിൽ ചർച്ചയായിരുന്നു. ആനന്ദ വികടൻ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റർമാരെ ജയിലിലടച്ച നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഒരു പോലീസ് സ്റ്റേറ്റ് സ്വഭാവം ആരോപിക്കാൻ കാരണമായി. കൂടാതെ ശ്രീലങ്കയിലെ LTTE പോരാളികൾക്ക് അദ്ദേഹം രഹസ്യമായി സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകിയിരുന്നുവെന്നും ആരോപണങ്ങളുണ്ട്. എന്നിരുന്നാലും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനത്തെ ഈ വിമർശനങ്ങളൊന്നും ഒട്ടും ബാധിച്ചില്ല. 1984 തെരഞ്ഞെടുപ്പ് കാലത്ത് വൃക്കരോഗം ബാധിച്ച് അമേരിക്കയിൽ ചികിത്സയിലായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോകളും ചിത്രങ്ങളും മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് AIADMK വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിലെത്തി എന്നത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയുടെ ഏറ്റവും വലിയ തെളിവാണ്. വർഷങ്ങൾ നീണ്ട രോഗപീഠകൾക്കൊടുവിൽ 1987 ഡിസംബർ 24 ചെന്നൈയിലെ രാമവരം ഗാർഡനിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. തമിഴ്നാട് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായ നിമിഷങ്ങളായിരുന്നു അത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. തുടർന്ന് ജയലളിത അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി ഉയർന്നു വന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. 1988 ഭാരത സർക്കാർ അദ്ദേഹത്തിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. ഈ പുരസ്കാരം നൽകിയ സമയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിമർശനങ്ങളുണ്ടായെങ്കിലും അദ്ദേഹം അതിന് അർഹനായിരുന്നു എന്ന് ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിച്ചു. ഒരു സാധാരണ മനുഷ്യൻ്റെ ദൗർബല്യങ്ങളും ഒരു മികച്ച ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഒത്തുചേർന്ന ഒരു സങ്കീർണ വ്യക്തിത്വമായിരുന്നു MGRൻ്റേത്. വിമർശകർ അദ്ദേഹത്തെ പല കോണുകളിൽ നിന്നും വിലയിരുത്തുന്നുണ്ടാകാം. സാമ്പത്തിക വളർച്ച മുരടിപ്പിച്ചെന്നോ മാധ്യമ സ്വാതന്ത്ര്യം ഹനിച്ചുവെന്നോ ചരിത്രം രേഖപ്പെടുത്തിയേക്കാം. എന്നാൽ ദാരിദ്ര്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വന്ന് കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്ക് അന്നം നൽകിയ, അവരുടെ ജീവന്റെ പാതിയായി മാറിയ ഒരു നേതാവ് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്.
തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ പൂമാലകൾ ചാർത്തപ്പെടുന്നുണ്ട്. മരണമില്ലാത്ത ആ വിപ്ലവ നായകൻ്റെ ഓർമ്മകൾ ഇന്നും തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ദിശാബോധം നിശ്ചയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ദാരിദ്ര്യത്തോടുള്ള പോരാട്ടവും കലയിലൂടെ നേടിയെടുത്ത അനിഷേധ്യവുമായ ജനസ്വാധീനവും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിയ ഭരണവും MGR എന്ന മഹാത്മാവിനെ എക്കാലവും പ്രസക്തനാക്കുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ MGR വെറുമൊരു അധ്യായമല്ല, മറിച്ച് ആ ചരിത്ര പുസ്തകത്തിൻ്റെ തന്നെ ജീവനാഡിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.